ലഹരിക്കെതിരായ സന്ദേശമുയർത്തി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് ഒന്നാം ദിനം കൊല്ലത്ത് ഉജ്ജ്വല വരവേൽപ്പ്. നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും അമ്മമാരും ലഹരിക്കെതിരായ 24ന്റെ പോരാട്ടത്തിൽ അണിനിരന്നു. നിലമേൽ വാഴോട് സ്വദേശി രജനി എന്ന വീട്ടമ്മയുടെ വീട്ടിൽ നിന്ന് ആരംഭിച്ച കൊല്ലം ജില്ലയിലെ പര്യടനം നിലമേൽ ജംഗ്ഷനിൽ വിസ്മയയുടെ മാതാപിതാക്കൾ സ്വീകരിച്ചു. ലഹരിക്കെതിരായ 24ന്റെ ഇടപെടലിൽ പങ്കാളിയാകുന്നുവെന്ന് വിസ്മയയുടെ കുടുംബം. ഇതൊരു നല്ലൊരു പ്രവൃത്തിയാണ്. നമുക്ക് ഈ നാട്ടിന് വേണ്ടി നമ്മളെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ്കേൻ ചെയ്യുന്ന ഈ ഒരു പുണ്യപ്രവർത്തിയിൽ നമ്മൾ പങ്കാളിയാവേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയോടുകൂടി അദ്ദേഹം ഒരു നല്ല ഒരു കാരുണ്യ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒളിമ്പ്യൻ അനസിന്റെ പരിശീലകരും നാട്ടുകാരും നിലമേലിലെ പരിപാടിയിൽ പങ്കുചേർന്നു. ചടയമംഗലത്ത് സമന്വയ സാംസ്കാരിക സമിതിയും ഹരിശ്രീ ലഹരിമുക്ത കേന്ദ്രത്തിലെ ജീവനക്കാരും യാത്രയുടെ ഭാഗമായി. നമ്മളിപ്പോ ചടയമംഗലത്താണ് വന്നിരിക്കുന്നത്. ചരിത്രപ്രധാനമായ ചടയമംഗലം. ഇവിടെയാണ് പ്രശസ്തമായ ജടായുപാറ. ആയൂരിൽ സൗഹൃദ കൂട്ടായ്മയും ലഹരിവിരുദ്ധ ജാഥയിൽ ഒപ്പം ചേർന്നു. ഇടമുളയ്ക്കൽ LP സ്കൂളിൽ വിദ്യാർത്ഥികളാണ് ലഹരി വിമുക്ത ജാഥയെ സ്വീകരിച്ചത്. ലഹരി മനുഷ്യനെ കൊല്ലുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സ്കിറ്റും കുട്ടികൾ അണിയിച്ചൊരുക്കി. ഇടമുളയ്ക്കലിലെ അമ്മമാരും കുടുംബശ്രീ ഹരിതസേന അംഗങ്ങളും ആവേശത്തോടെയാണ് SKN നയിക്കുന്ന കേരള യാത്രയെ സ്വീകരിച്ചത്. അഞ്ചലിലും കരുവാളൂരിലും നൂറുകണക്കിന് പേർ 24ന്റെ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പുനലൂർ SN കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമടങ്ങുന്ന വലിയ സംഘമാണ് 24ലൂടെ ലഹരിക്കെതിരായ ശബ്ദമുയർത്തിയത്. പുനലൂർ തൂക്കുപാലത്തിൽ കൊച്ചുകുട്ടികളും സ്ത്രീകളുമടങ്ങുന്ന സംഘം വിവിധങ്ങളായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനകീയ യാത്രയെ വരവേറ്റത്. കാലാവസ്ഥയെപ്പോലും വകവയ്ക്കാതെ വിളക്കുടി സ്നേഹതീരത്തും കുന്നിക്കോടും മേലിലെയും ചെങ്ങമനാടും ജാഥയുടെ ഭാഗമായത് സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിനാളുകൾ. രാത്രി MGM സ്കൂളിലെ സമാപന പരിപാടിയിലും 24ന്റെ ലഹരിവിരുദ്ധ പരിപാടിക്ക് പിന്തുണയറിയിച്ചെത്തിയത് നിരവധി ആളുകളാണ്. വിവിധ കലാപരിപാടികളും പരിപാടിയോടനുബന്ധിച്ച് അരങ്ങേറി. 24 കൊല്ലം.